ഹലോ, ഇക്കൊല്ലത്തെ ആദ്യത്തെ ഒരു ചക്ക കിട്ടി. അതുകൊണ്ട് അതൊന്ന് ആഘോഷപൂർവ്വം ഒന്ന് വെച്ച് എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് ചെറുതായി മുറിച്ചിട്ടു, മുളക് പൊടി ഇട്ടു, മഞ്ഞളിട്ടു, ഉപ്പിട്ടു, അല്പം വെള്ളവും ഒഴിച്ചു. ചള്ള ചക്കയാണ്, ഇക്കൊല്ലം ആദ്യമായിട്ട് കിട്ടിയതാണ്. ഒരു ചെറിയ കഷ്ണം. അങ്ങനെ അത് മുക്കാൽ വേവായപ്പോൾ അതിലേക്ക് ചിരവിയ തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് ഇളക്കി മൂടി അതിനെ വേവാൻ വെച്ചു. ഇക്കൊല്ലത്തെ ആദ്യത്തെ ചക്ക ആയതുകൊണ്ട് വളരെ ആകാംക്ഷയോടെയാണ് ഞാൻ ആക്കുന്നത്. ചിലപ്പോൾ വെള്ളം കൂടിപ്പോയാലൊക്കെ മറ്റും അതിൻ്റെ പാകമൊക്കെ തെറ്റിയാൽ ഈ പ്രതീക്ഷയൊക്കെ മങ്ങിപ്പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ആഘോഷപൂർവ്വം ഞാനതൊന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കഷ്ണം കറിവേപ്പില പറിക്കട്ടെ. കറിവേപ്പിലയും പറിച്ചു വരുന്ന വഴിക്ക് ഒരു പപ്പായ പഴുത്ത് നിൽക്കുന്നത് കണ്ടു. അങ്ങനെ പപ്പായവും എടുക്കാൻ പോയപ്പോൾ 2 പാഷൻ ഫ്രൂട്ടും കിട്ടി. അതൊക്കെ എടുത്ത് അകത്ത് വന്ന് കറിവേപ്പില തണ്ടും പൊട്ടിച്ചിട്ട് ചക്ക ഇളക്കി മൂടാൻ വെച്ചു. ഇനി അടുത്തതായി വേറൊരു പരിപാടിയുണ്ട്. ചക്ക എപ്പോഴും വാഴയിലയിൽ തണിച്ച് കഴിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും രുചികരമായ രീതി. അങ്ങനെ ഇന്ന് വാഴയില ഞാൻ മുറിക്കുന്നില്ല, അത് ചീന്തി എടുക്കുകയാണ് ചെയ്യുന്നത്. അതവിടെ നിന്ന് മെല്ലനെ ആയി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വാഴയില ചീന്തുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. ഇന്ന് മിക്കവർക്കും അറിയില്ല, വാഴയുള്ളവർക്ക് ചിലപ്പോൾ അറിയുമായിരിക്കും. ഇതെപ്പോഴും ഇലയുടെ അടിഭാഗത്ത് നിന്ന് ചീന്തി ഒരു കഷ്ണം നമുക്ക് ആവശ്യം മേലേന്ന് ചീന്തി പിന്നെ മുകളിലേക്ക് ഒരൊറ്റ വലിയ. അത് മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചാൽ ഇല കീറിപ്പോകും, ഇങ്ങനെ കിട്ടില്ല. ഇങ്ങനെയാണ് വാഴയില ചീന്തേണ്ടത്. അങ്ങനെ അതും ചീന്തി വന്നു. പിന്നീട് കടുക് വറവിടുക എന്ന പ്രക്രിയയിലേക്ക് കടന്നു. അതിനായി ധാരാളം വെളിച്ചെണ്ണയും കടുകും വേണം എനിക്ക് ചക്കയിലൊക്കെ. അങ്ങനെ 2 സ്പൂൺ വെളിച്ചെണ്ണയും ധാരാളം ചെറിയ കടുകാണ് ഇവിടെ ഉപയോഗിക്കുക. അതുകൊണ്ട് അധികം ഇട്ടാലും ഒന്നും പ്രശ്നമില്ല, ഒരു ബുദ്ധിമുട്ടാവില്ല അതിനെ കണ്ടിട്ട്. കറിവേപ്പിലയും ഇട്ട് നല്ല ആർഭാടമായി തന്നെ കടുകും താളിച്ച് ഇളക്കി. ഇനി ചക്ക വിളമ്പുന്ന ഒരു ഇതിലേക്ക് കടക്കാം. അതിനായി വാഴയില വച്ചു. കഴുകിയ വാഴയില ഒന്ന് നന്നായി തുണി കൊണ്ട് തുടച്ചു. ശേഷം ഒരു പ്ലേറ്റ് വച്ചു, അതിന് മുകളിൽ ഇല വച്ചു. പിന്നെ ഇക്കൊല്ലത്തെ ആദ്യത്തെ ചക്ക, ഇടിച്ചക്ക പോലും തിന്നില്ല കേട്ടോ. അത് കിട്ടിയിട്ടുണ്ട്, അത് നാളെ വയ്ക്കും. ഇത് മുറിച്ച കഷ്ണമായതുകൊണ്ട് പെട്ടെന്ന് വച്ചതാണ്. അപ്പോൾ ഇനി വരും കാലമൊക്കെ ചക്കയുടെയും മാങ്ങയുടെയും കാലമാണ്. എല്ലാവരും ഈ വിഷമില്ലാത്ത ഈ ചക്ക വാങ്ങി ഉപയോഗിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.